ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എങ്ങനെയുണ്ട്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ന് 777 പോർട്ടൽ അല്ലേ, ഈ മാസത്തെ ലാസ്റ്റ് 777 പോർട്ടൽ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്, ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് അതും എങ്ങനെയുണ്ട്, ആ ഒരു എനർജി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറെ കൂടെ നല്ല റിസൾട്ട് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഞാനും എക്സൈറ്റഡ് ആണ്, നിങ്ങളെപ്പോലെ തന്നെ. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെ നല്ല എനർജിയാണ്. ഇത് ഡ്രീമറാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ഏസ് ഓഫ് കപ്സിന്റെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ഏസ് ഓഫ് എർത്ത്. ഇവിടെ 10 ഓഫ് കപ്സ്, 10 ഓഫ് വാട്ടർ എനർജി. ഇവിടെ ഞാൻ 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. എല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം നിങ്ങളിലേക്ക് നല്ല അനുഗ്രഹങ്ങൾ വരുന്നെന്ന്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും ഈഗോ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഈഗോ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈഗോ ഉണ്ട് എങ്കിൽ അത് നമുക്ക് അല്പം ഒന്ന് മാറ്റി വെക്കണം എന്നാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഈഗോ ഒരിക്കലും നമ്മളുടെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമല്ല. മനസ്സിലായോ? നമ്മളിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ഉയർച്ച വരുമ്പോൾ അഥവാ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം ഉണ്ട്, ഇത്തരത്തിലുള്ള എനർജീസ് കൂടുതലായിട്ട് വരുന്നു, അപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച വരും പല കാര്യങ്ങളിലും. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചൊരു ഈഗോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഈഗോ അല്പം കളയൂ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഈ പേജ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധ്യമാകുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആ ഒരു ഫെദറിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. കണ്ടില്ലേ, ഒരു ഫെദർ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, ആൻസിസ്റ്റേഴ്സിന് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊരു എനർജി ഉണ്ടോ അവിടെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കാര്യത്തിലാവണം അത്. മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി നോക്കിയിരിക്കുകയാണോ, അവിടെ നിങ്ങൾക്ക് അത് സാധ്യമാകുന്നു, അത്തരം ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല തുടക്കമാണ് വരുന്നത്. നിങ്ങൾക്ക് തുടക്കത്തിന്റെ തന്നെ എത്ര കാർഡാണ്, ഏസ് ഓഫ് വാട്ടർ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് എർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു തുടക്കമാണ് വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ട്. കാരണം അതനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ജോലിയിലേക്ക് കടക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്നിവിടെ എടുത്തു പറയാൻ, നിങ്ങൾക്കിവിടെ പ്രധാനമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്തിനെങ്കിലും നിങ്ങൾക്ക് പ്രയത്നിച്ചിട്ടുണ്ടോ, അത് മിക്കവാറും ജോലിക്കാര്യങ്ങളാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സിന് പഠിക്കാനോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ എവിടേക്കെങ്കിലും പുറപ്പെടുന്നോ, എന്താണോ മനസ്സിൽ അമിതമായിട്ട് ആഗ്രഹിച്ചിരുന്നത്, ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിരിക്കാം, അതുമല്ല എങ്കിൽ മറ്റു ചില ബിസിനസ് കാര്യങ്ങളിലേക്ക് പുറപ്പെടാനായിരിക്കാം, എന്താണോ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, എന്തിൻ്റെയോ തുടക്കം നിങ്ങൾക്കിവിടെ വളരെയധികം ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ജോലിയിലെ പ്രൊമോഷൻ ആവാം, മനസ്സിലായി, പുതിയ ജോലിയിലേക്ക് കടക്കുന്നതാവാം. എന്തായാലും നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടുകൂടി, അതായത് വളരെയധികം ആവേശത്തോടുകൂടി ശ്രമിച്ചിരുന്ന കാര്യം നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നു. അതിനായിട്ട് നിങ്ങൾക്കിവിടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫെദർ കണ്ടില്ലേ, ഈ ഒരു ഫെദർ കാണുന്നത് തന്നെ നമുക്ക് അനുഗ്രഹത്തിൻ്റെതായ സമയമാണ്. ഇത് വളരെ നല്ല സമയത്താണ് ഇത്തരത്തിലുള്ള തൂവലുകളൊക്കെ നമ്മളുടെ ദേഹത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം, അതല്ല ഏഞ്ചൽസിന്റെ തന്നെ അനുഗ്രഹം നമുക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നു, നമ്മളിലേക്ക് ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഡ്രീമറാണ്. ഇവിടെ പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിവിടെ കടക്കാൻ പോകുന്നു, അതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒത്തിരി മാറ്റങ്ങളോടുകൂടി കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് നല്ല മാറ്റവും വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതായത് ദൈവത്തിലുള്ള വിശ്വാസമാണ് കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയും എന്തിനു വേണ്ടിയിട്ടാണ്, വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തന്നെ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം, അതല്ല എങ്കിൽ ആൻസസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. നല്ലൊരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത്. അതിനുവേണ്ടി നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈൻ, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനോ എന്തിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നോ അതിൻ്റെതായ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ, അതിലേക്ക് നിങ്ങൾ ഇവിടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ജോലിയിൽ നിങ്ങൾ ഒരുപാട് മണി ഏൺ ചെയ്യുന്നതായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച ജോലി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവാം. പക്ഷെ അതിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശേഖരിക്കുന്ന എനർജിയാണ്. നിങ്ങൾക്കൊരു നല്ല ജോലിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാലും നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു, അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാട്ടറിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏസ് ഓഫ് കപ്സ്. പുതിയ തുടക്കം, ഇവിടെയും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഇമോഷൻസ്, അതുപോലെ റിലേഷൻഷിപ്സ്, അതുപോലെ ഇൻഡ്യൂഷൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു. അതായത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് നിങ്ങളിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്, ഇത് നിങ്ങളുടെ ജോലി കാര്യമാണ്, കരിയർ സംബന്ധമായ കാര്യത്തിലാണ് നിങ്ങൾക്കിവിടെ ഈ ഒരു അനുഗ്രഹം കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് തന്നെയുള്ള ഒരു തുടക്കം വരും. മനസ്സിലായി, ഈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളുടേതായ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്, ഏസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്.
അത് തുടക്കമാണ്. നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹത്തിൻ്റെതായ തുടക്കമാണ്, ഈ ഒരു ജീവിതത്തിൻ്റെ തന്നെ തുടക്കമാണ്. കണ്ടില്ലേ, റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിവോഴ്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നോ കോണ്ടാക്ട് അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒന്നിച്ചു ചേരും തീർച്ചയായിട്ടും. അതുമല്ല എങ്കിൽ പുതിയതായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഇവിടെ തുടക്കം വരുന്നു, അതിൻ്റെതായ ഒരു തുടക്കവും നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായ ഒരു പ്രണയമാണെന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള നിഷ്കളങ്കമായ ഒരു ലൈഫിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള വഴിയിലൂടെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി, ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നല്ല അനുഗ്രഹം വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തതായിട്ടും വന്നിരിക്കുന്നത് ഏസ് ഓഫ് എർത്തിന്റെ എനർജിയാണ്. വളരെയധികം നല്ല കാർഡ്സ് ആണ്. എനിക്ക് തന്നെ ഒന്ന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? അബണ്ടൻസ്, ഓപ്പർച്യൂണിറ്റി, റിസോഴ്സസ്. ഇവിടെ കണ്ടില്ല, ഇവിടെ നിറഞ്ഞ ചിരിയാണ്, നിറഞ്ഞ നിഷ്കളങ്കമായ ചിരി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ സാമ്പത്തികമായ വരുമാനം വർദ്ധിച്ചു വരുന്നുണ്ട്. സാമ്പത്തിക വരുമാനം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മാറ്റം വരുന്നുണ്ട്. സാമ്പത്തികപരമായ സ്രോതസ്സുകൾക്ക് ഒരുപാട് മാറ്റം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഐശ്വര്യം, സമൃദ്ധി എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വരുന്നുണ്ട്, ദേവിയുടെ അനുഗ്രഹം വരുന്നുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ നല്ല അനുഗ്രഹം വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ലക്ഷ്മി അഷ്ടകം ഒക്കെ ജപിക്കുന്നവരുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം നല്ലതുപോലെ വരുന്നുണ്ട്. കാരണം സാമ്പത്തികത്തിന്റെ എനർജി അല്ലേ, സാമ്പത്തികത്തിന്റെ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടായിട്ട് തന്നെയാണ്. മനസ്സിലായി? അവർ നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്, നിങ്ങൾ അവരെ സ്മരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കണ്ടില്ല, മറ്റ് അനുഗ്രഹങ്ങൾ കൂടെയും വരുന്നുണ്ട്. അതാണ് ഇവിടെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഇവിടെ പുതിയ ജോലിയാവാം, ഇവിടെയും അത് തന്നെ, പുതിയ ജോലിയിലൂടെയല്ലേ സാമ്പത്തികം ലഭിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ ഇവിടെ പുതിയ ജോലിയാവാം, അബണ്ടൻസിലേക്കുള്ള ഒരു വരവ്. അതുപോലെ അവസരങ്ങൾ, മറ്റുള്ള അവസരങ്ങൾ, അബണ്ടൻസ് കൂടുതലായിട്ട് നേടാനുള്ളത് അല്ലെങ്കിൽ സാമ്പത്തികം കൂടുതൽ നേടാനുള്ളതിൻ്റെതായ അവസരങ്ങൾ വരാം. ഏതൊരു വഴിയിലൂടെയും. ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാവാം, അതും ആകാമല്ലോ, ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ തിരക്കിയിരുന്ന ജോലി, എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തന്ന് സഹായിക്കാൻ ഉണ്ടെങ്കിൽ അത്തരം ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏത് വഴി സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആ വഴിയിലൂടെ സാമ്പത്തികം വരാം. ഇനി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടും പല വഴികളിലൂടെയും സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ 10 ഓഫ് വാട്ടർ ആണ്, 10 ഓഫ് കപ്സ്. കുടുംബസഹിതം ഇതുവരെ പിണങ്ങിയിരുന്നവരൊക്കെ കുടുംബസഹിതം അടുത്തുകൂടി വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഫാമിലി ലവ് ബ്ലെസ്സിങ്സ്, ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കിട്ടണമെങ്കിൽ എന്തുമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കണം അല്ലേ? നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം, ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം. എന്നാൽ മാത്രമേ കുടുംബം വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു ഈഗോ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവിടെ കുട്ടികൾ ഒത്തുചേർന്ന് നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ സിൻസിയറായിട്ട് തന്നെ ലവ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളം മുഴുവനും സിൻസിയറിറ്റി നിറഞ്ഞിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് വാക്കുകളും. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു. ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇത് കൂടുതലും നിങ്ങൾക്ക് പഴയതിനേക്കാൾ ദൃഢതരമാകുന്നു ഫാമിലി ലൈഫ് എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമില്ലാതെ പറ്റില്ല. ഇന്നത്തെ 777 പോർട്ടൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എനർജി തരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാവേ. ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് നോക്കാം. രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട്.
ഇവിടെ വന്നിരിക്കുന്നത് റെക്കഗ്നൈസ് ഡെസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി വിതിൻ ഇറ്റ് യു വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ് അവേക്കണിങ്. ഇവിടെ എന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാർഡ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, നിങ്ങൾ തിരിച്ചറിയണം എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ നിരാശ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം നിരാശപ്പെട്ടിരിക്കുന്ന സമയമാണോ? ഏറ്റവും വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയമാണോ? ഏതെങ്കിലും കാര്യത്തിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല, എനിക്കൊരിക്കലും ഒരു നല്ല കാലം വരില്ല എന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം, ഇവിടെ നിന്നാണ് എൻ്റെ ഉയർച്ച തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് നല്ല ഉയർച്ച വരാൻ തുടങ്ങുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉള്ള വിഷമത്തെ കളഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുക. എനിക്ക് പ്രവർത്തിക്കാനുണ്ട്. മനസ്സിലായി? ഇതാണ് വിചാരിക്കേണ്ടത്. എനിക്ക് എൻ്റെ വിജയത്തിലേക്ക് എനിക്ക് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. ഞാനിങ്ങനെ മടി പിടിച്ചിരുന്നാൽ ഒക്കുകയില്ല. ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ കർമ്മത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഇവിടെ കണ്ടില്ലേ, പാർട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ്, ഇറ്റ് ഇസ് ടൈം ടു വെൽക്കം ഇറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എത്ര പ്രായമുള്ളവരിലേക്കായാലും ചിലപ്പോൾ നല്ലൊരു പാർട്ണർഷിപ്പ് വരാം. എനിക്കൊരു കൂട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ വിചാരിച്ചൊരു കൂട്ടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് എത്ര പ്രായമായാലും അങ്ങനെ ഒരു കൂട്ടിന് വേണ്ടി, ഒരു നല്ല ഒരു കെയറിങ്ങിന് വേണ്ടി ഒക്കെയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പുതിയൊരു പാർട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങളുടെ ദൈവാനുഗ്രഹമാണ്. മനസ്സിലായി? ഇത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഒരു സമയത്താണ് ഇത്തരം ഒരു പാർട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നതുമാവാം. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നിങ്ങൾ സ്വീകരിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ റീ എനർജൈസ് ഇൻ ദ നാച്ചുറൽ വേൾഡ്, ലെറ്റ് യുവർ ഇന്നർ ഹണ്ടർ ഓർ ഹൺഡ്രസ് ടേക്ക് റെസ്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ വീണ്ടും എനർജൈസ് ചെയ്യുമെന്നാണ്, പ്രകൃതിയിൽ നിന്ന് എനർജി നേടുമെന്നാണ്. പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്ക് എനർജി നേടാം. പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ പരമാർത്ഥം പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ നിങ്ങൾക്ക് സ്നേഹിക്കാം. പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ എന്താണ് ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ട്. അവിടെയുള്ള മരങ്ങളെ മുറിച്ച് നശിപ്പിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന പക്ഷി മൃഗാദികളെ ഒന്നും വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും രീതിയിലൂടെ അതിനെ നശിപ്പിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് തീർത്തും നിഷ്കളങ്കമായിരിക്കണം. അപ്പോൾ കളങ്കമില്ലാത്ത പരിശുദ്ധിയാർന്ന മനസ്സിലേക്കാണ് കുറച്ച് കൂടുതലായിട്ട് ഐശ്വര്യം വരുന്നത്, പ്രകൃതിയിൽ നിന്നും നല്ല എനർജിയെ സ്വീകരിക്കാനും കഴിയുന്നത്. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നു. നമുക്ക് ന്യൂമറോളജി കാർഡ് നോക്കാവേ. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് സറണ്ടർ ടു ദ ഡിവൈൻ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിലൊരു വിശ്വാസം വേണം. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുവോ, ഏതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുവോ, അവിടെ നമുക്ക് അത്യാവശ്യമാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, ഒരു ജോലിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, എന്നിട്ട് വിചാരിക്കുന്ന എന്താണ്, ഒരുപാട് തവണ നിങ്ങൾ പരിശ്രമിച്ചു എന്നിട്ടൊക്കെ നിങ്ങൾ ഫെയിലായി. പിന്നെ എന്താണ്, ഞാൻ ഫെയിലായി, എനിക്കിനി അതുകൊണ്ട് ഒരു രക്ഷയുമില്ല, എനിക്കിനി അത് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുറിയുടെ മൂലയിൽ ഇരിക്കുകയാണോ വേണ്ടത്? അതല്ല. അല്ലെങ്കിൽ ഞാൻ കർമ്മ ഫേസ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാൻ മുറിക്കുള്ളിൽ ഇരിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? അല്ല, വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നിട്ടോ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്, ഞാനിത് ഡിവൈനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, സറണ്ടർ ചെയ്തിരിക്കുന്നു, പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തിരിക്കുന്നു. ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്, ഞാൻ പ്രേ ചെയ്യുന്നുണ്ട്, ഇനിയും എനിക്ക് യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എന്നാണ് പറയേണ്ടത്. മനസ്സിലായി? അങ്ങനെ ഒരു സറണ്ടറിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഉയർച്ച വരുന്നതാണ്. ഇത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇത് കേട്ടോ. 777 പോർട്ടലിന്റെ എനർജി കൂടെയാണ് ഇത്, ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലൂ മൂൺ ആണ്, കണ്ടില്ലേ? ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായ ഒരു പ്രതിഭാസമാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. കർമ്മ ഫേസ് ചെയ്യുകയാണ് ഞാനെന്ന് പറഞ്ഞ് മുറിക്കുള്ളിൽ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഒത്തിരി പരിശ്രമിച്ചു, ഒന്നും കിട്ടിയില്ല. ഓ വേണ്ട, എനിക്കിനി വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, എൻ്റെ വിധി ഇതാണ്, ഇതല്ല പറയേണ്ടത്. നമ്മൾ ഇമ്പോസിബിൾ ആണ് എന്ന് കാണുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. മനസ്സിലായോ? അപ്പോൾ അസാധ്യമായത് സാധ്യമാകും, അങ്ങനെ സാധ്യമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അപ്പോൾ അതിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരം ഒരു ചിന്തയിലൂടെ അത്തരം ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റിവിറ്റിയെ കളയാനുള്ള സമയമാണ്. നിങ്ങളിലേക്ക് പൂർണ്ണമായും അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നെഗറ്റിവിറ്റീസിനെ കളയുക കൂടി വേണം. അവർ പറയുന്നതാണ്, അവരുടെ അഡ്വൈസാണിത്. മനസ്സിലായോ? നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അഡ്വൈസാണിത്. നെഗറ്റിവിറ്റീസിനെ പൂർണ്ണമായിട്ടും കളയൂ. നിരാശ അനുഭവിച്ച്, ഒരുപാട് വിഷമം അനുഭവിച്ച്, പരാജയ ഭീതി കൊണ്ട് മുറിക്കുള്ളിൽ ഇരിക്കാൻ പാടില്ല. എന്ത് പേടിയാണോ ഉള്ളത് നിങ്ങൾ അതിനെ കളയൂ. മനസ്സിലായോ? അപ്പോൾ അതിനെ കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങൾ പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പരിശ്രമത്തിലാണ് നിങ്ങൾക്ക് വിജയമിരിക്കുന്നത്. ഡിവൈനിൽ സറണ്ടർ ചെയ്യാം പരിശ്രമിച്ചതിന് ശേഷം. മനസ്സിലായോ? അപ്പോൾ ഇതാണ്, അതുതന്നെയാണ് നമുക്ക് ഇവിടെ പറയുന്നതും. നോക്കിക്കേ, യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാക്ടിക്കൽ പ്ലാനുകളാണ് വേണ്ടത്. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമോ അത് ചെയ്ത് മുന്നോട്ട് വരിക. അതാണ് നമുക്ക് സക്സസ് തരുന്നത്, നിങ്ങൾക്ക് സക്സസ് തരുന്നത്. അതിൽ വിശ്വസിക്കണം. അപ്പോഴെന്താണ് വേണ്ടത്? ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ അങ്ങ് നടന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം നടപ്പിലാക്കി എടുക്കണമോ അതിന് അത്യാവശ്യമായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകളാണ് അത്യാവശ്യം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ പ്രോസ്പെറിറ്റി ലൈസ് എഹെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഐശ്വര്യം വരും. വരാതിരിക്കുവോ? ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് എന്താണ്? ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയുന്നതാണിത്. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഇതിനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. ആർക്കും വെറുതെ ഇരുന്ന് കരയേണ്ട ഗതികേട് വരില്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. പ്രോസ്പെറിറ്റി ലൈസ് ഹെഡ് എന്നുള്ളതാണ്. പ്രോസ്പെറിറ്റി ഉണ്ടാവുന്ന ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം വരുമാറാവട്ടെ. എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമുണ്ട്. 777 പോർട്ടലിന്റെ എനർജി നിങ്ങൾക്ക് നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ കമൻറ്റ് ചെയ്യുന്നതിലൂടെ എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരുടെയും കമൻറ്റ്സ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അവിടെയാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം എന്ന് പറയുന്നത്. ലൈക്ക് ചെയ്യുന്നതിലൂടെ കമൻറ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾ യൂണിവേഴ്സിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് മാത്രം കരുതിയാൽ മതി. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നതാണ്. ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.